Good morning, Theodore. Good morning. You have a meeting in 5 minutes. You want to try getting out of bed? Get up! You're too funny. Am I? You'll get used to it. The woman that I've been seeing, Samantha, she's an operating system. You're dating an OS? What is that like? I feel really close to her. Like when I talk to her, I feel like she's with me. I want to learn everything about everything. I want to discover myself. I want that for you too. Keep going. Keep going. Hi friends, welcome to another video. ജോക്കിൻ ഫീനിക്സ് ലീഡ് റോൾ ചെയ്ത് 2003 റിലീസ് ചെയ്ത ഹെർ എന്ന മൂവിയിൽ എ സിസ്റ്റവുമായി അയാൾ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഹൈലി ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള റിനൗണ്ട് റൈറ്റർ തന്റെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി ഒരു എ സിസ്റ്റത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതും അത് പിന്നീട് അദ്ദേഹത്തിന്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതുമാണ് 2014 ഓസ്കാർ നേടിയ ഹെർ എന്ന മൂവിയുടെ പ്ലോട്ട്. മെയ് 13 ChatGPT-4 ലോഞ്ച് ഡെമോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഹെർ എന്ന മൂവിയായിരുന്നു. ഓപ്പൺ എയുടെ സ്പ്രിംഗ് അപ്ഡേറ്റിലാണ് ChatGPT-4 റിലീസ് ചെയ്യുന്നത്. O സ്റ്റാൻഡ്സ് ഫോർ ഒന്നി. പെയ്ഡ് മെമ്പേഴ്സിന് മാത്രം അവൈലബിൾ ആയിരുന്ന GPT-4ന്റെ അഡ്വാൻസ്ഡ് ആൻഡ് ഫ്രീ വെർഷൻ ഫോർ പബ്ലിക് ആണ് ChatGPT-4o. ChatGPT-4o ലോഞ്ച് ഡെമോയുടെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. Hey, ChatGPT, how are you doing? I'm doing fantastic. Thanks for asking. How about you? We were doing a presentation showcasing how useful and amazing you are. Oh, stop it. You're making me blush. ChatGPT-4o മറ്റ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ChatGPTയുടെ മൊബൈൽ ആപ്പ് വെർഷൻ നേരത്തെ പബ്ലിക്കിന് അവൈലബിൾ ആയിരുന്നെങ്കിലും ഡെസ്ക്ടോപ്പ് വെർഷൻ അവൈലബിൾ ആയിരുന്നില്ല. സഫാരിയോ ഗൂഗിൾ സെർച്ച് എഞ്ചിനോ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഡെസ്ക്ടോപ്പ് വെർഷൻ ChatGPT-4o പബ്ലിക്കിനും അവൈലബിൾ ആയി തുടങ്ങും. ChatGPT നേരത്തെ തന്നെ വർക്ക് ചെയ്തിരുന്നത് ടെക്സ്റ്റ് ഇൻപുട്സിനെ ബേസ് ചെയ്തായിരുന്നു. എങ്കിൽ GPT-4o നമുക്ക് പിക്ചേഴ്സ്, വീഡിയോസ് അതല്ലെങ്കിൽ ഓഡിയോ തുടങ്ങിയ ഇൻപുട്ടുകളും കൊടുക്കാൻ സാധിക്കും. ഒരു മാത്ത് പ്രോബ്ലം എങ്ങനെ ഈസിയായി സോൾവ് ചെയ്യാമെന്ന് GPT-4o ലോഞ്ചിൽ അവർ കാണിച്ചിരുന്നു. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, സിരിയോ, ഗൂഗിൾ അസിസ്റ്റൻറ്റോ അലക്സയോ ഒക്കെ ഓഡിയോ ഇൻപുട്ട് പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലല്ല GPT-4o ഓഡിയോ ഇൻപുട്ട്സ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓഡിയോ ഇൻപുട്ട്സിലെ ടോൺ വരെ അനലൈസ് ചെയ്ത് അതിനനുസരിച്ച് റിപ്ലൈ തരാൻ കേപ്പബിൾ ആണ് GPT-4o. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ അലക്സയോടെ സിരിയോടെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന് റിപ്ലൈ തരാൻ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. പക്ഷെങ്കിൽ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷനിൽ ഒരിക്കലും ഈ ഗ്യാപ്പ് ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ GPT-4o ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ സ്പീഡിൽ തന്നെ ആയിരിക്കും റിപ്ലൈ തരുന്നത്. GPT-4o സ്പെഷ്യാലിറ്റീസ് കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹെർ എന്ന മൂവിയിൽ കാണിക്കുന്ന ഒരു ഫ്യൂച്ചറാണോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.